Hi everyone, it's me Rashid. Welcome to my income tax class. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടാക്സ് എന്താണെന്നും ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ബേസിക് ടേംസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ കഴിഞ്ഞ 2 പാർട്ടുകൾ കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ പാർട്ട് കാണേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു തുടർച്ച കിട്ടുകയുള്ളൂ. ഈ ക്ലാസ്സിലൂടെ ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഒരു വ്യക്തിയുടെ ടാക്സിന്റെ ലാബിലിറ്റി തീരുമാനിക്കുന്നത്. അഥവാ സിറ്റിസൺഷിപ്പ് അല്ല ഒരു വ്യക്തിയുടെ ടാക്സ് ബാധ്യത തീരുമാനിക്കുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. സെക്ഷൻ 5 അനുസരിച്ച് ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ്, that means the tax liability is depends upon the residential status of a person. According to section 5, the incidence of tax or tax liability of a person depends upon the residential status of a person. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 5 അനുസരിച്ച് ഒരു ടാക്സ് ലയബിലിറ്റി ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് ഒരു ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. അതല്ലാണ്ട് സിറ്റിസൺഷിപ്പ് അനുസരിച്ചല്ല. ഒരു ഇന്ത്യക്കാരൻ എന്ന അടിസ്ഥാനത്തിലല്ല ടാക്സിന്റെ ബാധ്യത വരുന്നത്. അഥവാ വിദേശികൾക്കും എന്തടക്കേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടീഷൻ കറക്റ്റ് ആവുകയാണെങ്കിൽ. അപ്പോൾ സിറ്റിസൺഷിപ്പ് അല്ല ഒരു വ്യക്തിയുടെ ടാക്സിന്റെ ബാധ്യത തീരുമാനിക്കുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഒരു വ്യക്തിയുടെ ടാക്സിന്റെ ബാധ്യത തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 6, the residential status of an assessee is determined with reference to his residence in India during the previous year. ടാക്സ് ഏത് വർഷത്തെയാണോ ടാക്സ് കണക്കാക്കുന്നത് ആ വർഷത്തെ ടാക്സ് കണക്കാക്കുന്ന വർഷത്തിൽ ആ വ്യക്തി റെസിഡന്റ് ആണെങ്കിൽ ആ വ്യക്തി എന്തടക്കേണ്ടതുണ്ട്? ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. ഏത് വർഷത്തെയാണോ ടാക്സ് കണക്കാക്കുന്നത് ആ വർഷത്തെ പറയുന്ന പേരാണത് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി റെസിഡന്റ് ആണെങ്കിൽ, അത് വിദേശി ആയിക്കോട്ടെ സ്വദേശി ആയിക്കോട്ടെ, റെസിഡന്റ് ആണെങ്കിൽ ആ വ്യക്തി എന്തടക്കേണ്ടതുണ്ട്? ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതിന് കൂടുതൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് രണ്ടായിട്ട് പ്രധാനമായും തരംതിരിക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു റെസിഡൻസ് ആൻഡ് നോൺ റെസിഡന്റ്. റെസിഡന്റ് എന്നും നോൺ റെസിഡന്റ് എന്നും. റെസിഡന്റ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ദാറ്റ് മീൻസ് ഹീസ് ആൻ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. പ്രധാനമായി റെസിഡന്റ് സ്റ്റാറ്റസ് രണ്ടാണെന്ന്, റെസിഡന്റ് എന്നും നോൺ റെസിഡന്റ് എന്നും. നോൺ റെസിഡന്റ് വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഓർഡിനറി റെസിഡന്റ് എന്നും നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നും. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഒരാൾ റെസിഡന്റ് ആണെങ്കിൽ അയാൾ എന്ത് അടയ്ക്കേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ടാക്സ് അടയ്ക്കുന്നത് സിറ്റിസൺഷിപ്പ് നോക്കിയിട്ടല്ല, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. ഇപ്പൊ വിദേശത്തു നിന്ന് ഒരു കളിക്കാരൻ പറഞ്ഞു, ക്രിസ്ത്യാനോ റൊണാൾഡോ ആവട്ടെ, മെസ്സി ആവട്ടെ, നെയ്മർ ആവട്ടെ, പ്രീവിയസ് ഇയറിൽ എല്ലാ കണ്ടീഷൻസും റെസിഡന്റ് ആവാൻ വേണ്ട എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ രാജ്യത്തിന് ടാക്സ് അടയ്ക്കൽ നിർബന്ധമാണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് എന്തടയ്ക്കുന്നത്? ടാക്സ് അടയ്ക്കുന്നത്, അല്ലാണ്ട് സിറ്റിസൺഷിപ്പ് നോക്കിയിട്ടല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രവാസികൾ നോൺ റെസിഡന്റ് ആവും. കാരണം അവർ ആ വർഷം ഇവിടെ ഉണ്ടാവില്ല, നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ടാക്സ് അടയ്ക്കേണ്ടതില്ല. നേരെ മറിച്ച് വിദേശികൾ ചിലപ്പോൾ എന്താവാറുണ്ട്? റെസിഡന്റ് ആവാറുണ്ട്. പ്രവാസികൾ എന്താണ്? നോൺ റെസിഡന്റുമാണ്. ഇനി നമുക്ക് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാവാം? ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നമ്മൾ പേഴ്സണെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തതാണ്. ഒരു വ്യക്തിയാവാം. പേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാവാം, HUF ആവാം, കമ്പനി ആവാം, അത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, AOP ആവാം, BOI ആവാം, ഇങ്ങനെ പലതും ആവാം. എന്ത്? ഇൻകം ടാക്സ് അനുസരിച്ച് പേഴ്സൺ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ എടുത്ത് പഠിക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയെ, ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ, ഇങ്ങനെ 2 കണ്ടീഷനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് അയാൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ, റെസിഡന്റിൽ തന്നെ ഓർഡിനറി റെസിഡന്റ് ആണോ അതോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. The residential status of an individual is determined on the basis of following conditions. ചില കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണ് നോക്കാം. 2 കണ്ടീഷൻസ് ആണുള്ളത്, ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ. ഈ 2 കണ്ടീഷൻസിനെ നോക്കിയിട്ടാണ് ഒരാൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ തീരുമാനിക്കുന്നത്. അത് നമുക്ക് 2 കണ്ടീഷൻസ് പഠിക്കാം. അതിനുശേഷം അയാൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് നമുക്ക് പോവാം. എന്തൊക്കെയാണ് ഈ കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ്, ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഒന്നാമതായി പറയുന്നത്, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, ഹി ഈസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരിയഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പറയുന്നത് പ്രീവിയസ് ഇയറിൽ, അഥവാ ടാക്സ് ഏത് വർഷത്തെയാണോ ടാക്സ് കണക്കാക്കുന്നത് ആ കണക്കാക്കുന്ന വർഷത്തിൽ അയാൾ ഇന്ത്യയിൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ ഒന്നുകൂടി പറയുന്നു, പ്രീവിയസ് ഇയറിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പ്രീവിയസ് ഇയർ ഏതാ?
നിങ്ങൾ അസസ്മെന്റ് ഇയർ 2020-21 ആണ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ചെയ്താൽ 2019-20 ആണ്. അഥവാ 2019-20 ഒരാൾ ഏത് വർഷത്തെയാണോ ടാക്സ് കണക്കാക്കുന്നത്, പ്രീവിയസ് ഇയർ 2019-20 ഒരാൾ എന്ത് ചെയ്തിരിക്കണം, ബേസിക് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഇന്ത്യയിൽ അയാൾ 182 ദിവസം അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. 182 ദിവസം അതിൽ കൂടുതലോ എവിടെ ഉണ്ടായിരിക്കണം, ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 365 days during the 4 years preceding the previous year and he is in India for at least 60 days in the previous year. അങ്ങനെ പറഞ്ഞാൽ പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. കൂടാണ്ട് പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ 182 ദിവസം എവിടെ ഉണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നേയുള്ള 4 preceding year, അഥവാ തൊട്ടു മുന്നേയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നേയുള്ള വർഷം എന്ന് പറയുന്നത് 18-19, 17-18, 16-17, 15-16 ഈ വർഷങ്ങളിൽ 365 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായാൽ, കൂടാണ്ട് പ്രീവിയസ് ഇയർ അഥവാ 19-20 60 ദിവസവും ഉണ്ടായാൽ അയാൾ ബേസിക് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ ഓക്കെയാണ്. ഇൻകം ടാക്സ് അനുസരിച്ച് സെക്കൻഡ് കണ്ടീഷൻ ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. 2 എക്സെപ്ഷൻസ് ആണ് അതിൽ പറയുന്നത്, 2 ഒഴിവുകളാണ് അതിൽ പറയുന്നത്. അത് ഒന്നാമത്തെ, ആൻ ഇൻഡിവിജ്വൽ who is a citizen of India and leaves India in any previous year for the purpose of employment or as a member of a crew of an Indian ship must have stayed in India at least 182 days during the previous year instead of 60 days. That means second conditionൽ exceptions പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാൾ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷനിൽ പറഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ദിവസം എന്നുള്ളത് എന്തായിട്ട് മാറണം, 182 days ആയിട്ട് മാറണം. എന്നാൽ മാത്രമാണ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ബേസിക് കണ്ടീഷനിലെ എക്സെപ്ഷൻസ് ഉണ്ട്. ആർക്ക്? ഒരു ഇന്ത്യൻ സിറ്റിസൺ, അയാൾ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അവർ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു. പക്ഷെ ഇന്ത്യയിൽ അവർക്ക് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ടാക്സിന്റെ ബാധ്യതകൾ വരുന്നത്. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് 60 days ആയിരുന്നു പ്രീവിയസ് ഇയറിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് അഥവാ വിദേശത്തേക്ക് ജോലി പോകുന്നവർക്ക് എത്ര ദിവസമാണത്, 180 days മിനിമം അവരവിടെ ഉണ്ടാവണം. പ്രീവിയസ് ഇയറിൽ അവർ ഇന്ത്യയിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 60 days ഇന്ത്യയിൽ ഉണ്ടായാൽ പോരാ, എത്ര ഡേയ്സ് ആവണം, 60 daysന് പകരം എത്രയാവണം, 182 days ആവുമ്പോഴാണ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയുള്ളൂ. നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 182 days എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 60 daysൽ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുന്നത്. ഈ എക്സെപ്ഷൻ അനുസരിച്ചാണ്. അല്ലെങ്കിൽ 60 days 2 മാസം നിന്നാൽ തന്നെ സെക്കൻഡ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. 182 days ആയാൽ മാത്രമാണ് എന്തുള്ളൂ, ബേസിക് കണ്ടീഷനിലെ സെക്കൻഡ് കണ്ടീഷനിലേക്ക് ഫുൾഫിൽ ചെയ്യപ്പെടുകയുള്ളൂ. സെക്കൻഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ഇഫ് എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ ഫോറിൻ നാഷണൽ of Indian origin who is living outside India came on visit India in the previous year, he must have stayed in India during the previous year 182 days or more instead of 60 days. ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു ഫോറിൻ who is a Indian origin, ഇന്ത്യൻ ഒറിജിൻ ആവാം, അയാൾ വിദേശത്താണ് താമസിക്കുന്നത്. പ്രീവിയസ് ഇയർ അയാൾ ഇന്ത്യയിലേക്ക് വന്നു എങ്കിൽ 160 days അല്ല കൂട്ടേണ്ടത്, 182 days ആണ് ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ അയാൾക്ക് എടുക്കേണ്ടത്. ഒന്നുകൂടിയും പറയാം, ഒരു ഇന്ത്യൻ സിറ്റിസൺ അയാൾ ഇപ്പോൾ വിദേശത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫോറിൻ പേഴ്സൺ അയാൾ ഇന്ത്യൻ ഒറിജിൻ ആണ്, അയാൾ ഇപ്പോൾ വിദേശത്താണ് താമസിക്കുന്നത്, അയാൾ ഇന്ത്യയിലേക്ക് വിസിറ്റിങ്ങിന് വന്നു, പ്രീവിയസ് ഇയറിൽ വിസിറ്റിങ്ങിന് വന്നു എങ്കിൽ ആ പ്രീവിയസ് ഇയർ വിസിറ്റിന് വന്നാൽ 160 days അല്ല കൂട്ടേണ്ടത്, 60 days ആണ്. സെക്കൻഡ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു, പ്രീവിയസ് ഇയർ 60 days ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. പക്ഷെ 60 days അല്ല പ്രീവിയസ് ഇയറിൽ കൂട്ടേണ്ടത്, അയാൾ എത്രയാണ് കൂട്ടേണ്ടത്, 182 days ആണ് പ്രീവിയസ് ഇയറിൽ അപ്പോൾ അയാളെ കൂട്ടേണ്ടത്. അപ്പൊ ബേസിക് കണ്ടീഷൻ 2 ആയിരുന്നു. ഒന്ന്, 182 days പ്രീവിയസ് ഇയർ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. 2, പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നേയുള്ള 4 വർഷങ്ങൾ എടുത്താൽ അതിൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. കൂടാണ്ട് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിരിക്കണം. അതിൽ 2 എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ വിദേശത്തേക്ക് എംപ്ലോയ്മെന്റിന് വേണ്ടി പോകുന്നു, അങ്ങനെ പോകുന്ന വ്യക്തികളാണെങ്കിൽ 60 daysന് പകരം 182 days ആണ് പ്രീവിയസ് ഇയർ കണക്കാക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഫോറിൻ നാഷൻ ഇന്ത്യൻ ഒറിജിൻ ആണ്,
അയാൾ വിദേശത്താണ് താമസിക്കുന്നത്, വിസിറ്റിങ്ങിന് ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ 60 ഡേയ്സിന് പകരം എന്തായിട്ടാണ് എടുക്കേണ്ടത്? 182 ഡേയ്സ് ആണ് എടുക്കേണ്ടത്. മറ്റു റൂളുകൾക്ക് പ്രശ്നമില്ല. പ്രീവിയസ് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം ഉണ്ടാവണം എന്നുള്ളത് കമ്പൽസറിയാണ്. അതിൽ 365 ദിവസത്തിൽ എക്സംഷൻ ഇല്ല. ഇവിടെ 182 ഡേയ്സ്, 60 ഡേയ്സിന് പകരം എന്താണ് എടുക്കേണ്ടത്? 182 ഡേയ്സ് ആണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകുന്നു. ബേസിക് കണ്ടീഷൻ 2 നമ്മൾ പറഞ്ഞു. ഇനി അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകുന്നു. അഡീഷണൽ കണ്ടീഷൻ 2 തന്നെയാണ് ഉള്ളത്. അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തെ പറയുന്നത് he has been resident in India at least 2 years out of the 10 previous year preceding the previous year. ഒന്നുകൂടി പറയാം. he has been in India at least 2 years out of the 10 previous year preceding the previous year. നമ്മൾ ഏത് വർഷത്തെയാണോ ടാക്സ് കണക്കാക്കുന്നതിന് അതിന് തൊട്ടു മുന്നുള്ള 10 വർഷങ്ങളിൽ 2 വർഷം അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. ഒന്നുകൂടി പറയുന്നു. നമ്മൾ ടാക്സ് കണക്കാക്കുന്ന പ്രീവിയസ് ഇയറിന്റെ തൊട്ടു മുന്നേയുള്ള 10 വർഷങ്ങൾ എടുത്താൽ അതിൽ 2 വർഷം അയാൾ എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, he should have been in India at least 730 days in all during the 7 previous years preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നേയുള്ള 7 വർഷങ്ങൾ എടുത്താൽ ആ 7 വർഷങ്ങളിൽ 730 ദിവസം അയാൾ എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. he has been in India at least 730 days in all during the 7 years preceding the relevant previous year. റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നേയുള്ള 7 വർഷങ്ങളിൽ അറ്റ്ലീസ്റ്റ് 730 ദിവസങ്ങളിലും ആൾ എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അഡീഷണൽ കണ്ടീഷൻ നമ്മൾ 2 പറഞ്ഞത്. ഒന്ന്, പ്രിസീഡിംഗ് ഇയർ റെലവന്റ് പ്രിസീഡിംഗ് തൊട്ട് മുന്നേ ഉള്ള 10 വർഷങ്ങൾ എടുത്താൽ 10 വർഷങ്ങളിൽ 2 വർഷം ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ, അല്ല ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, പ്രീവിയസ് ഇയർ റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം അയാൾ എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതായിരുന്നു 2 അഡീഷണൽ കണ്ടീഷൻ. ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കുന്നത് നോക്കുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞിരുന്നു 2 തരംതിരിക്കാമെന്ന് പറഞ്ഞിരുന്നു. റെസിഡന്റ്, നോൺ റെസിഡന്റ്. റെസിഡന്റിൽ 2 തിരിഞ്ഞിരിക്കുന്നു. ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഒരു ഓർഡിനറി റെസിഡന്റ് ആവാൻ എന്താണ് കണ്ടീഷൻ നോക്കാം. എങ്ങനെയാണ് ഒരു ഓർഡിനറി റെസിഡന്റ് തീരുമാനിക്കുന്നത് നോക്കാം. ആൻ ഇൻഡിവിജ്വൽ ഈസ് ആൻ ഓർഡിനറി റെസിഡന്റ് ഓർ റെസിഡന്റ് if he satisfy any one of the basic condition and both the additional condition. ഒരു ഇൻഡിവിജ്വൽ അയാൾ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്താൽ അയാളെ നമുക്ക് എന്ത് പറയാം? റെസിഡന്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയാം. ഇനി നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്താ നോക്കാം. an individual is said to be not ordinary resident if he satisfy any one of the basic condition but he does not satisfy both the additional condition. He is called not ordinary resident. not ordinary resident എന്ന് പറഞ്ഞാൽ അയാൾ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ പറയുന്ന പേരാണെന്ത്? നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇപ്പൊ റെസിഡന്റ് എന്നായിരുന്നു? ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്താൽ അയാളെ പറയുന്ന പേരാണെന്ത്? റെസിഡന്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ്. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എങ്ങനെയാണ്? ആ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നു, പക്ഷേ അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുന്നത്. തേർഡ്, നോൺ റെസിഡന്റ്. നോൺ റെസിഡന്റ് മീൻസ് he does not satisfy any of the basic condition. Not resident means he does not satisfy any of the basic condition. That is called non-resident. Basic condition ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ പറയുന്ന പേരാണ് നോൺ റെസിഡന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ കണ്ടീഷൻ ഇറലവന്റ് ആണ്. We don't consider the additional condition because he does not satisfy the basic condition. അയാൾ ബേസിക് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നെ ഓപ്പണിംഗ് എന്ത് നോക്കേണ്ട ആവശ്യമില്ല, അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ നോക്കിയിട്ടാണ്. ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണ് എന്ന് പറയുന്നത് അയാൾ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ പറയും റെസിഡന്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. ഒരു ഇൻഡിവിജ്വൽ ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ പറഞ്ഞ പേരാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇനി നോൺ റെസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ബേസിക് കണ്ടീഷൻ ഒന്നും അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ദറ്റ് ഈസ് കോൾഡ് നോൺ റെസിഡന്റ്.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തീരുമാനിക്കുന്നത്, നമ്മൾ ടാക്സ് തീരുമാനിക്കുന്നത്, ഇൻഡിവിജ്വൽ ടാക്സ് തീരുമാനിക്കുന്നത്. അതല്ലാണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലല്ല, സിറ്റിസൺഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ചില വിദേശികൾ ഇവിടെ വരുമ്പോൾ അവർ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തായിട്ട് മാറും, റെസിഡന്റോ നോട്ട് ഓർഡിനറി റെസിഡന്റോ ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ ചില സ്വദേശികൾ പല സമയത്ത് എന്തായിട്ട് മാറാറുണ്ട്, നോൺ റെസിഡന്റ് ആയിട്ട് മാറാറുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഹിയർ. മിസ്റ്റർ അക്ബർ ലെഫ്റ്റ് ഫോർ ഖത്തർ ഓൺ 15th May 2016 after staying in India for 10 years. He came back on 1st September 2019. Determine his residential status for the assessment year 2020-21. ക്വസ്റ്റ്യൻ നോക്കുക. മിസ്റ്റർ അക്ബർ 15th May 2016 10 വർഷം ഇന്ത്യയിൽ താമസിച്ച് 15/5/2016 ഖത്തറിലേക്ക് പോയി. തിരിച്ച് റിട്ടേൺ അയാൾ ഇന്ത്യയിലേക്ക് തന്നെ വന്നു. എന്നാ തിരിച്ചു വന്നത് 1st September 2019 1/9/2019 അയാൾ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്നു. അതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാ, ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും നോക്കിയിട്ടാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക. റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ, റെസിഡന്റ് തന്നെ ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസറിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ബേസിക് കണ്ടീഷൻ ആണ്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതിൽ പ്രീവിയസ് ഇയറിലാണ് 2010. നിങ്ങൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019-20 ആണ്. നിങ്ങൾ അസസ്മെന്റ് ഇയർ 2021. 2019-21 1st April മുതൽ മാർച്ച് വരെയാണ്. അത് 2019 ഏപ്രിൽ തുടങ്ങി 2020 മാർച്ച് വരെ അവസാനിക്കുന്നതാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അത് 2019 സെപ്റ്റംബർ 1-നാണ് അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ട്. സെപ്റ്റംബർ മുതൽ നമ്മൾ മാർച്ച് വരെ എടുത്താൽ അയാൾ ഏകദേശം 212 ദിവസം അയാൾ പ്രീവിയസ് ഇയർ ഇന്ത്യയിലുണ്ട്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഓക്കെയാണ്. ഇനി നോക്ക് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തെ എന്തായിരുന്നു, പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 10 വർഷങ്ങളിൽ 2 വർഷം അയാൾ ഇന്ത്യയിൽ ഉണ്ടാവണം. അത് അയാൾ ഇന്ത്യയിലുണ്ട്. കാരണം 10 വർഷം താമസിച്ച ശേഷമാണ് അയാൾ അങ്ങോട്ട് പോകുന്നത്, ഖത്തറിലേക്ക് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ ഓക്കെയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 7 വർഷങ്ങൾ എടുത്താൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. അതെന്തായാലും അയാൾ ഉണ്ടായിരിക്കും, കാരണം 10 വർഷം ഇവിടെ താമസിച്ചാണ് പോകുന്നത്. അപ്പൊ 2 അഡീഷണൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നു. therefore we can say he is a resident. നമുക്ക് എന്ത് പറയാം, ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞ പേരാണ് റെസിഡൻസ്. അപ്പൊ നമുക്ക് അയാൾ എന്ത് പറയാം, he is a resident എന്ന് പറയാം. So Mr. Akbar was in India during the previous year 2019-20 in 212 days. Hence he satisfied the first basic condition. He left in India 2017 after staying here 10 years. Hence he satisfied both the additional condition also. So we can say he is a resident in India. Next question നോക്കാം. Mr. Razal, born and brought up in Kerala, left India to Germany in May 2017. He came back to India to settle in India on 15th February 2020. Determine his residential status for the assessment year 2020-21. മിസ്റ്റർ റസൽ അയാൾ കേരളത്തിലാണ് ജനിച്ചതും വളർന്നതും. ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് അയാൾ പോകുന്നു. എന്നാ പോകുന്നത്, മെയ് 2017 അയാൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്നത്. തിരിച്ചയാൾ റിട്ടേൺ വരുന്നു. എന്നാൽ തിരിച്ചു വരുന്നത് 2020 ഫെബ്രുവരി 15 അയാൾ ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരുന്നത്. അയാൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താ എന്നാണ് നോക്കേണ്ടത്. അത് നമ്മൾ ആദ്യം ബേസിക് കണ്ടീഷൻ നോക്കുക. പ്രീവിയസ് ഇയറിൽ 2019-20 പ്രീവിയസ് ഇയർ നിങ്ങൾ വരുന്നത്, അയാൾ ആ പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നോക്കുക. പ്രീവിയസ് ഇയറിൽ മിസ്റ്റർ റസൽ ഓൺലി 45 ഡേയ്സ് ഇൻ ഇന്ത്യ. അത് 45 ദിവസമാണ് പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിലുള്ളൂ. ഫെബ്രുവരി 15 പ്ലസ് മാർച്ച് 31, ഫെബ്രുവരിയിലെ 14, 15 ആൾ വരുന്നത്. അപ്പൊ ഫെബ്രുവരിയിലെ 14 ദിവസം പ്ലസ് മാർച്ച് 31, ആകെ 45 ഡേയ്സ് ആണ് അയാൾ അവിടെയുള്ളൂ, ഇന്ത്യയിലുള്ളൂ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. therefore he is a നോൺ റെസിഡന്റ്. ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ പറയുന്ന പേരാണ് നോൺ റെസിഡന്റ്. അപ്പോൾ he is called നോൺ റെസിഡന്റ്. നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം, മിസ്റ്റർ റസൽ വാസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2019-20 ഫോർ 45 ഡേയ്സ് ഓൺലി. ദാറ്റ് മീൻസ് ഫെബ്രുവരി 14 ഡേയ്സ് പ്ലസ് മാർച്ച് 31 ഡേയ്സ്. സോ he fails to satisfy any one of the basic condition. Therefore he is called non-resident. ബേസിക് കണ്ടീഷൻ രണ്ടിൽ ഏതെങ്കിലും ഒന്നും അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് കണ്ടീഷൻ 182 ദിവസമായിരുന്നു. സെക്കൻഡ് കണ്ടീഷൻ 60 ദിവസമായിരുന്നു. 60 ദിവസം അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് നമുക്ക് പറയാം, 2 ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഹീസ് എ നോൺ റെസിഡന്റ്. അയാൾ ആരാണ്, ഒരു നോൺ റെസിഡന്റ് ആണ്. നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ
Bobby, a Canadian citizen, came to India for the first time on 12th February 2018. He stayed in India up to 18th January 2020 and went back to Canada. Determine his residential status for the previous year 2019-20. മിസ്റ്റർ ബോബി കനേഡിയൻ സിറ്റിസൺ ആണ്. അയാൾ 2018 ഫെബ്രുവരി 12 ഇന്ത്യയിൽ വന്നു. അയാൾ പിന്നെ തിരിച്ച് കാനഡയിലേക്ക് തന്നെ പോകുന്നത് 2020 ജനുവരി 18 പ്രീവിയസ് ഇയറിൽ അയാൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് അയാൾ ഇന്ത്യയിൽ ഉണ്ടാവണം എന്നുള്ള കണ്ടീഷൻ, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, അത് അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം അയാൾ 2020 ജനുവരി 18 വരെ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ പ്രീവിയസ് ഇയർ ഫസ്റ്റ് ഏപ്രിൽ 2019 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 17 വരെ അയാൾ ഇന്ത്യയിലുണ്ട്. Therefore, he satisfied the first basic condition. So, Mr. Baby was in India during the previous year 2019-20 for 293 days. ഏപ്രിൽ മുതൽ ജനുവരി 17 വരെ വരുമ്പോൾ ഏകദേശം 293 ഡേയ്സ് വരുന്നുണ്ട്. 293 ഡേയ്സ് അയാൾ ഇന്ത്യയിലുണ്ട്. Hence, he satisfied the first basic condition. Additional condition satisfy ചെയ്യുന്നുണ്ടാവും നോക്കാം. During the previous year 2017-18, he was in India only 48 days. 12th ഫെബ്രുവരി 2018 2018 അയാൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ ആ വർഷം, ആ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 31st മാർച്ച് 2019 വരെയാണ്. ഇപ്പൊ 12th ഫെബ്രുവരി 2018 to 31st മാർച്ച് 2018, 12th ഫെബ്രുവരി 2018 to ആ വർഷം അവസാനിക്കുന്നത് 31st മാർച്ച് 2018 ആണ്. അപ്പോൾ ഏകദേശം ഫെബ്രുവരിയിലത്തെ ഡേയ്സ്, റിമൈനിങ് ഡേയ്സ് പ്ലസ് മാർച്ച് 31st 31 ദിവസങ്ങളും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് ആകെ 48 ഡേയ്സ് ആണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ പ്രീവിയസ് ഇയറിൽ ഒരു 365 ദിവസമുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരുന്നുള്ളൂ? 365 പ്ലസ് 48 ഡേയ്സ് ആണ് വരുന്നുള്ളൂ. 730 ആവുന്നില്ല. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ രണ്ടും അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബേസിക് കണ്ടീഷൻ അയാൾ ഒന്ന് സാറ്റിസ്ഫൈ ആണ് ഇനി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ആവുകയും അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ആവുകയും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ പറഞ്ഞ പേരാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അപ്പൊ ഹീസ് എ നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഓക്കെ, ഐ ഹോപ്പ് everyone understood the problem and the topic. Next topic we can discuss the next class. Residential status of individual. Residential status എന്താണെന്നും residential status of individual എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് residential status of firms, residential status of a company, residential status of a APO, residential status of a BOI നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.